ഇത്ര ഓഫ് ചെയ്യാൻ ഈ ഒരു ബട്ടൺ മേലെ ക്ലിക്ക് ചെയ്യുക. നമ്മൾ ആ ഒരു മുകളിലുള്ള ബാറിലേക്ക് പോകേണ്ട ആവശ്യമില്ല. അതിന് പകരം ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഫിറോസ് ദാദു ആണ്. എല്ലാവർക്കും ഫിറോസ് ദാദു ട്രിക്സ് ആൻഡ് ടിപ്സ് യൂട്യൂബ് ചാനലിലേക്കും ഫേസ്ബുക്ക് പേജിലേക്കും ഹാർദമായ സ്വാഗതം. ഇന്ന് നമ്മുടെ കൂട്ടുകാരുമായി പങ്കുവെക്കാൻ പോകുന്നത് നമ്മുടെ മൊബൈൽ ഫോണിലുള്ള ടോർച്ച് ഉപയോഗിക്കാറുണ്ട്. എങ്ങനെയാണ് നിങ്ങൾ ഉപയോഗിക്കാറ്? നമ്മുടെ മൊബൈൽ ഫോണിന്റെ ഓൺ ചെയ്തതിനു ശേഷം മുകളിലുള്ള ബാറ് താത്തി അവിടെ നിന്ന് ടോർച്ച് എടുക്കാറാണ് പതിവ്. എങ്കിൽ അതിന്റെ ആവശ്യമില്ല. നമുക്ക് വോളിയത്തിന്റെ അപ്പ് ബട്ടൺ നെക്കിക്കൊണ്ട് ടോർച്ച് അടിക്കാൻ സാധിക്കുന്ന ഒരു അടിപൊളി ആപ്ലിക്കേഷൻ ഉണ്ട്. ഇത് ചില മൊബൈലിലൊക്കെ ഇൻബിൽഡ് ആയിട്ട് തന്നെ അത് സെറ്റിംഗ്സിൽ തന്നെ വരുന്നുണ്ട്. ചില ഫോണുകൾ അത് വരാത്ത ഫോണുകൾ ഉണ്ടാവും. അവർക്ക് വേണ്ടിയിട്ടാണ് ഒരു വീഡിയോ. ഞാൻ അത് കൂടാതെ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുക്കുക എങ്ങനെയാണ്? രണ്ട് വോളിയം ബട്ടൺ നെക്കിയിട്ട് അല്ലെങ്കിൽ ഇതുപോലെ താത്തിയിട്ടൊക്കെയാണ് സ്ക്രീൻഷോട്ട് എടുക്കാറ്. അതിന് പകരം ഈ വോളിയത്തിന്റെ അപ്പ് ബട്ടൺ നെക്കിയാലും നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുക്കാൻ സാധിക്കും. അതുകൂടാതെ നിങ്ങളുടെ മെനു ബട്ടൺ അങ്ങനെ എന്തും നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ സാധിക്കുന്ന ഒരു കിടിലൻ ആപ്ലിക്കേഷൻ ലിങ്ക് ഇവിടെ താഴെ കമന്റ് ബോക്സ് ഉണ്ട്. അതോടൊപ്പം ഡിസ്ക്രിപ്ഷനിലും ഒക്കെ യൂട്യൂബിൽ കാണുന്നവർക്ക് അപ്പോൾ അടിപൊളിയാണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അത്യാവശ്യ ഘട്ടങ്ങളിൽ നമ്മൾ ടോർച്ച് അടിക്കാൻ വേണ്ടി ഇതൊക്കെ താത്തി നോക്കുന്നത് ഒരുപാട് ബുദ്ധിമുട്ടായിരിക്കും. അതിന് പകരം ജസ്റ്റ് നമ്മുടെ വോളിയത്തിന്റെ അപ്പ് ബട്ടൺ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ നെക്കി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായി ടോർച്ച് അടിക്കുന്ന ഒരു കിടിലൻ ട്രിക്കാണ്. എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് എത്തിക്കുക. ഓക്കെ, നമുക്ക് വീഡിയോ കണ്ട് മനസ്സിലാക്കാം. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരത്തിലൊരു ഇന്റർഫേസ് ആയിരിക്കും ഉണ്ടാവുക. അതിന് മുമ്പായി നമ്മുടെയൊക്കെ മൊബൈലിലുള്ള ടോർച്ച് ഓൺ ചെയ്യാൻ വേണ്ടി നമ്മൾ മുകളിലുള്ള ബാർ താത്തിയതിന് ശേഷം ഇവിടെ നിന്നുകൊണ്ട് ടോർച്ചിൻ്റെ ഭാഗത്ത് ക്ലിക്ക് ചെയ്തുകൊണ്ട് നമ്മൾ ടോർച്ച് അടിക്കാറാണ് പല ആൾക്കാരും ചെയ്യാറുള്ളത്. ഈ കാണുന്ന ഭാഗത്ത് ജസ്റ്റ് ഇതുപോലെ ഈ കാണുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യും. ഇങ്ങോട്ട് നമ്മളത് ടോർച്ച് അടിച്ച് കൊടുക്കാറാണ് പതിവ്. അതിന് പകരം ഈ ഒരു ആപ്പ് ഉണ്ട് എങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് അതിൻ്റെ ആവശ്യമില്ല. ജസ്റ്റ് വോളിയം ബട്ടൺ മാത്രം ഞെക്കിയാൽ മതി. അപ്പോൾ ജസ്റ്റ് കാണിച്ചിട്ട് സൈഡിലേക്ക് നീക്കുക. സൈഡിലേക്ക് നീക്കി കഴിഞ്ഞാൽ ഓപ്പണിംഗ് സെറ്റിംഗ്സ് കൊടുക്കുക. സെറ്റിംഗ്സ് കൊടുത്തതിന് ശേഷം നമ്മൾ ആപ്പ് ഒന്ന് പെർമിഷൻ കൊടുക്കുന്നത്. അപ്പം ഇൻസ്റ്റാൾ ചെയ്ത ആപ്പിൻ്റെ പേര് ഇവിടെ കാണിക്കും. അത് നിങ്ങൾ എന്ത് ചെയ്യുക, അതിലേക്ക് ആഡ് കൊടുക്കുക. ഓക്കെ, ജസ്റ്റ് ഓഫായിരിക്കും. അത് അലോ കൊടുത്ത് നിങ്ങൾ ഓൺ ചെയ്ത് കൊടുക്കുക. അപ്പോൾ സെറ്റിംഗ്സ് ഇത്തരത്തിലൊരു ഇൻ്റർഫേസ് ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾ ചെയ്യുന്നത് ഏറ്റവും മുകളിലായിട്ട് വോളിയം അപ്പ് എന്നുള്ള ബട്ടൺ കാണിക്കും. അത് നിങ്ങൾ ഇതുപോലെ ഒന്ന് എനേബിൾ ചെയ്ത് കൊടുക്കുക. എനേബിൾ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാം എനേബിൾ ആയി കഴിഞ്ഞു. ഇനി വോളിയം ബട്ടൺ വൈബ്രേഷൻ വേണോ, വോളിയം ബട്ടൺ ലോങ് പ്രസ് വേണോ ചോദിക്കുന്നുണ്ട്. അതിന് മുമ്പായി സിംഗിൾ ടാപ്പ് എന്ന് കാണിക്കും. അവിടെ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് എത്ര ടാപ്പ് വേണോ എന്നുള്ളത് നമുക്ക് ചോദിക്കുന്നത്. നമുക്ക് ഏതാണ് വേണ്ടത് നമുക്ക് സെലക്ട് ചെയ്യാനായിരിക്കും. ഇവിടെ നിന്നുകൂടി നമുക്ക് സെലക്ട് ചെയ്യണം ഏതാണ് വേണ്ടത് എന്നുള്ളത്. ഇവിടെ ഞാൻ ഇപ്പോൾ ടോർച്ചാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ടോർച്ച് മാത്രമല്ല, ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. നമ്മൾ ഹോം ആണെങ്കിൽ ഓൺ ചെയ്യാം, ബാക്ക് ബട്ടൺ ഓൺ ചെയ്യാം, ഷോ മെനു ബട്ടൺ ഉണ്ട്, ഓപ്പൺ ക്യാമറ ഉണ്ട്, അത് ടൂണർ സ്ലീപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, സ്ക്രീൻഷോട്ട് ഉണ്ട്. നമുക്ക് സ്ക്രീൻഷോട്ട് വേണമെങ്കിൽ സ്ക്രീൻഷോട്ട് വെക്കാം ആ സ്ഥലത്തേക്ക്, അതായത് വോളിയത്തിൻ്റെ അപ്പ് ബട്ടണിലേക്ക്. ഇനി നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് സ്ക്രീൻഷോട്ട് അല്ല, നമ്മുടെ ടോർച്ച് ഫ്ലാഷ് ലൈറ്റ് ആണ്. അപ്പോൾ അതിന് ജസ്റ്റ് ടച്ച് ചെയ്തു, പെർമിഷൻ നിങ്ങൾ അലോ ചെയ്തു. ഓക്കെ, അപ്പോൾ ഞാൻ ഇവിടെ കൊടുത്തിട്ടുള്ളത് ടോർച്ചാണ്. ഇനി നമുക്ക് ഇവിടെ ഉണ്ടാവും സിംഗിൾ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ടോർച്ച് ഓൺ ആവും. ജസ്റ്റ് ഇപ്പോൾ കാണിച്ചു തന്നെങ്കിൽ വേറെ ഫോൺ എടുത്ത് കാണിച്ചു തരാം. ഇവിടെ നിൽക്കുന്നതോട് കൂടി നമുക്ക് ടോർച്ച് ഓൺ ആവുന്നുണ്ട്, അതുപോലെ തന്നെ ഓഫ് ആവുന്നുണ്ട്. ഞാൻ മറ്റൊരു ഫോണിൽ കാണിച്ചു തരാം. ഇത്രയുള്ള ഇതിൽ സെറ്റിങ്സ്. ഇത് കഴിഞ്ഞ ശേഷം നമുക്ക് ഇതുപോലെ ബാക്ക് അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ടോർച്ച് അടിക്കാന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒറ്റ ടാപ്പ് നെക്കിയാൽ മതി. ഒരു ടാപ്പ് നെക്കിയാൽ ഓഫ് ആവുകയും ചെയ്യും. ഇതൊരു അടിപൊളി ട്രിക്കാണ്. ഇത് മാത്രമല്ല, ഇതിലുള്ള ഓപ്ഷന് നമുക്ക് വേറെ ഞാൻ നേരത്തെ കാണിച്ചതില്ലേ ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാൻ സാധിക്കും. സിംഗിൾ ടാപ്പിൽ നമുക്ക് ടോർച്ച് മാത്രമല്ല, ഈ കാണുന്ന സ്ക്രീൻഷോട്ട് വേണമെങ്കിൽ നമുക്ക് ഏതാണ് ഏറ്റവും എളുപ്പം ഉപയോഗിക്കാൻ ബുദ്ധിമുട്ടുള്ളത്. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഇത് താത്തിക്കാണ്ട് ഈ ടോർച്ച് ഓൺ ആക്കൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ ഏറ്റവും ആവശ്യമുള്ളത് അത് നിങ്ങൾ ഇവിടുന്ന് സെലക്ട് ചെയ്ത് അവിടെ ഡബിൾ ടാപ്പ് ആണെങ്കിൽ ഡബിൾ ടാപ്പ്, സിംഗിൾ ടാപ്പ് കൊടുത്ത് ഉപയോഗിക്കാം. ഓക്കെ, ഇനി അത് ജസ്റ്റ് ക്യാമറയിൽ ഒന്ന് കാണിച്ചാൽ മറ്റൊരു ക്യാമറയിൽ എടുത്ത് കാണിച്ചാൽ ഓൺ ചെയ്യുന്ന രീതി. അപ്പോൾ ഓക്കെ, ഞങ്ങൾ സെറ്റിങ്സും കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഇത് ടോർച്ച് ഓൺ ചെയ്യുന്ന രീതി നോക്കാം. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ വോളിയം അപ്പ് ബട്ടണാണ് നിൽക്കേണ്ടത്. അതിന് മുമ്പ് നമ്മൾ ആദ്യം ലോക്ക് ഓൺ ചെയ്യണേ. ലോക്ക് ഓൺ ചെയ്തതിന് ശേഷമാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഉണ്ടോ ഇത്ര ഓഫ് ചെയ്യാൻ ഈ ഒരു ബട്ടൺ മേലെ ക്ലിക്ക് ചെയ്യുക. നമ്മൾ ആ ഒരു മുകളിലുള്ള ബാറിലേക്ക് പോകേണ്ട ആവശ്യമില്ല. അതിന് പകരം ജസ്റ്റ് ഇതുപോലെ ഒരൊറ്റ ടാപ്പ് ഇതിൽ നിൽക്കിയാൽ മാത്രം മതി. എന്തായാലും അടിപൊളിയാണ്. മാക്സിമം കൂടുതൽ വീഡിയോ ഷെയർ ചെയ്യുക. ലിങ്ക് കമൻറ്റ് ബോക്സിലും അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിലും വെക്കാം. ഓക്കെ ഫ്രണ്ട്സ്, ബൈ.